കൊന്നും തിന്നുമല്ല രാഷ്ട്രീയ പോര് തീർക്കേണ്ടത്. ഏത് മതത്തിൽ ഏത് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കണമെന്നത് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിനെ ചോദ്യം ചെയ്യാനോ അതിന്റെ പേരിൽ കൊന്നൊടുക്കാനോ ആർക്കാണ് അവകാശമുള്ളത്? രാഷ്ട്രീയ പോരിന്റെ പേരിൽ കൊന്നൊടുക്കിയ മനുഷ്യന്മാർക്ക് കണക്കില്ല. മനുഷ്യന്റെ ജീവന് കേവലം പുഴുവിന്റെ വില പോലും കൽപ്പിക്കാതെ ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചതിന്റെ പേരിൽ മാത്രം നരഹത്യ ചെയ്യുന്ന കാപാലികരെ കൊണ്ട് കേരളം നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പെരുന്നാട് മഠത്തുമൂഴിയിൽ CITU പ്രവർത്തകനെ കുത്തിക്കൊന്ന സംഭവത്തിൽ അറസ്റ്റിലായത് നാട്ടിലെ അറിയപ്പെടുന്ന 3 BJP പ്രവർത്തകരാണ്. 8 പ്രതികളുള്ള കേസിൽ അഖിൽ, ഷാരോൺ, ആരോമൽ എന്നിവരെ കസ്റ്റഡിയിലെടുത്തതായാണ് പോലീസ് അറിയിച്ചത്. നിഖിലേഷ്, വിഷ്ണു, സുമിത്, മനീഷ്, മിഥുൻ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. മാമ്പാറ പടിഞ്ഞാറേ ചെരുവിൽ ജിതിൻ ഷാജിയാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച രാത്രി 8:30 BJPയുടെ പ്രവർത്തകരായ വിഷ്ണുവും നിഖിലേഷും സുമിത്തും മറ്റു 2 പേരും ചേർന്ന് അനന്തു എന്ന യുവാവിനെ ഇവിടെ വെച്ച് മർദ്ദിച്ചിരുന്നു. ഈ പ്രശ്നം പറഞ്ഞു തീർക്കാനെത്തിയ പെരുന്നാട് പഞ്ചായത്ത് മെമ്പർ ശ്യാം, DYFI ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വിഷ്ണു, യൂണിറ്റ് സെക്രട്ടറി ശരത്, ആകാശ് എന്നിവരെ BJP സംഘം വെട്ടി പരിക്കേൽപ്പിച്ചു. ഇതറിഞ്ഞ് ഇവിടെ എത്തിയ ജിതിനെ പ്രതികളിൽ ഒരാളായ വിഷ്ണു വടിവാളിന് വെട്ടിയും കുത്തിയും ആക്രമിക്കുകയായിരുന്നു. BJP പ്രവർത്തകരുടെ അക്രമത്തെ തുടർന്ന് ജിതിന് വയറിന്റെ വലതുഭാഗത്ത് ആഴത്തിലും തുടയിലും വെട്ടേറ്റു. നാട്ടുകാർ ചേർന്ന ജിതിനെ ആദ്യം പെരുന്നാട് PHCയിലും തുടർന്ന് പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. BJP അക്രമി സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചവർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊലപാതകത്തിന് പിന്നിൽ RSS ആണെന്ന CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. BJPയുടെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പട്ടിക നീളുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ അക്രമങ്ങൾ തീവ്രമായ പാർട്ടി സ്പർദ്ധയുടെ ഫലമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അടിക്കടി നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ വലിയ ചിന്തകൾക്ക് വഴിയൊരുക്കുന്ന ഒരു വിഷയമായിരിക്കുകയാണ് ഇന്ന്. രാഷ്ട്രീയ വിരോധം, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ശത്രുത, ചിന്താഗതിയിലുള്ള വൈവിധ്യങ്ങൾ എന്നിവയുടെ പേരിൽ നിരവധി പേരെ കൊലപ്പെടുത്തിയത് തീർച്ചയായും നിസ്സാരമല്ല. ഇത്തരം കൊലപാതകങ്ങൾ സാമൂഹിക സമാധാനത്തിന് വലിയ വിള്ളലാണ് സൃഷ്ടിക്കുന്നത്. ജനങ്ങളുടെ മനസ്സിൽ ഭയവും അവിശ്വാസവും വളർത്തുന്നതിനു മാത്രമേ ഇത് ഉപകരിക്കൂ. കൊല്ലും കൊലയും നടത്തുന്ന പ്രസ്ഥാനത്തോട്, മതസ്പർദ്ധയും കടുത്ത രാഷ്ട്രീയ വൈരാഗ്യവും വളർത്തുന്ന പാർട്ടി വിശ്വാസങ്ങളോട് മനുഷ്യനുണ്ടാകുന്നത് ഭയം കലർന്ന വെറുപ്പാണ്. ഇന്ത്യയിലെ സമാധാനപരമായ രാഷ്ട്രീയ ചരിത്രത്തെ അഭിമുഖീകരിക്കുന്ന കേരളത്തിൽ ഈ കൊലപാതകങ്ങൾ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഓരോ പുതിയ കൊലപാതകവും ഒരു സമാധാനപരമായ സമൂഹത്തിന് വലിയ മുറിവായി മാറുന്നു. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹിക സംഘടനകൾ എന്നിവർ ഇത്തരം കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. സമാധാനം, സഹനം, സഹജീവനം മാത്രമല്ല, ഇടവേളകളുടെ പരിഗണനകൾ സഹിതം സമൂഹത്തിലെ എല്ലാവരും ഒരുമിച്ചിരിക്കുക അനിവാര്യമാണ്. മറ്റൊരാളെ കൊന്നുകൊണ്ട് ഊട്ടിയുറപ്പിക്കുന്നത് അവനവന്റെ രാഷ്ട്രീയ ബോധമല്ല, മറിച്ച് സ്വന്തം ആത്മാവിൽ പടർന്ന കറുത്ത വിഷമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നു എന്നതല്ല, നിങ്ങൾ നിങ്ങളുടെ ആദർശങ്ങൾ കൈവിടാത്ത, മൂല്യബോധമുള്ള, ചിന്താശേഷിയുള്ള, സ്വന്തം നിലവാരം ഒരു സാഹചര്യത്തിലും അടിയറവ് വെക്കാത്ത മനുഷ്യത്വമുള്ള മനുഷ്യനായിരിക്കുക എന്നത് അനിവാര്യമാണ്.